എനിക്ക് മനസ്സിലായി, തൊട്ട് നോക്കിയപ്പോ മനസ്സിലായി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഐഷൂസ്വേൾഡ്. ഒറ്റയ്ക്കുള്ള ഇൻട്രോ. അതെ, ഒറ്റയ്ക്കുള്ള ഇൻട്രോയുമായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. കാര്യം മനസ്സിലായി കാണുള്ളൂ, പ്രാങ്ക് തന്നെ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഫേക്ക് ബ്ലഡ് പ്രാങ്ക് ആണ്. അത് ഞാൻ കുറേ നാളുകൊണ്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ബ്ലഡ് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. അത് മാത്രമല്ല, അവളുള്ളപ്പോൾ അത് ചെയ്യാനും പറ്റത്തില്ല. ഇന്നിപ്പോൾ അവൾ ക്ലാസ്സിന് പോയിരിക്കും. ക്ലാസ്സിന് പോയിട്ട് തിരിച്ച് വരുമ്പോൾ, അതായത് ഇന്ന് ഞാൻ അവളെ വിളിക്കാൻ പോകുന്നില്ല, അവൾ തന്നെയാണെന്ന് വരുന്നത്. അപ്പോൾ തിരിച്ച് വരുമ്പോഴത്തേക്ക് ഞാനിവിടെ റൂമിൽ ചെറുതായിട്ടൊന്ന് മരിച്ച് കിടക്കുന്നതായിട്ട് കാണിക്കും. അതായത് വെയിൻ കട്ട് ചെയ്തിട്ട് കിടക്കുന്ന രീതിയിൽ ആ ബ്ലഡ് ഒന്ന് കോരി ഒഴിച്ച് തറയിലേക്ക് ഒന്ന് ആക്കിയിട്ട് കിടക്കാനുള്ള പരിപാടി. അപ്പോൾ അവളുടെ ആ ഒരു ഷോക്കിങ് അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അവൾ എന്ത് പെട്ടെന്ന് ചിന്തിക്കുന്നു, പെട്ടെന്ന് എന്തോ കരുതുന്നത്, പെട്ടെന്ന് അവൾക്കുണ്ടാകുന്ന റിയാക്ഷൻ, അവൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അന്ന് ഇലക്ട്രിക് ഷോക്ക് പ്രാങ്ക് ചെയ്തപ്പോഴത്തേക്ക് എന്നെ അടിക്കാൻ ടെഡി ബിയർ കൊടുത്തുകൊണ്ട് വന്നോളാം അവൾ. അപ്പോൾ ഇതിനിപ്പോൾ എന്താ ചെയ്തതെന്ന് അറിയത്തില്ല. എന്തുവരെ നമുക്ക് നോക്കാം. ഇപ്പം സമയം ഒരു 3:10 4:30 ആകുമ്പോഴത്തേക്ക് അവൾ വരും. അതിന് മുമ്പായിട്ട് എനിക്ക് കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഫേക്ക് ബ്ലഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തെടുത്ത ഒരു ഫേക്ക് ബ്ലഡാണ്. ഞാൻ അല്ലാതെ കാണിച്ച് മനസ്സിലാകത്തില്ല. ഞാൻ കയ്യിൽ ജസ്റ്റ് ഒന്ന് ആക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ്. ഞാൻ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് റെഡ് കുറവ്. ഇവിടെ ഇരിപ്പുണ്ടായിട്ട് ഇത് ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ, എന്നെക്കൊണ്ട് അറിയാവുന്ന രീതിയിലേക്ക് ചെയ്തതാണ്. അപ്പോൾ അതാ നമ്മുടെ സ്കിന്നിൽ ഇത് വീണ് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം സെറ്റായി വരും. അപ്പോൾ ഇതാണ് ഫേക്ക് ബ്ലഡ് ഞാൻ ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇതിപ്പോൾ റെഡ് ഇച്ചിരി കുറവാണ്. തോനെ ഒഴിക്കുമ്പോഴത്തേക്ക് സെറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ ഫസ്റ്റ് തന്നെ പാളിപ്പോകാം, അല്ലെങ്കിൽ സക്സസ് ആവാം. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ബ്ലേഡും കൂടെ ഒപ്പിച്ചിട്ട് താഴെ ഇടണം. അപ്പോൾ ഇനി ബ്ലേഡും കൂടെ ഒപ്പിക്കണം. ഓക്കെ, സമയമില്ല. പെട്ടെന്ന് എനിക്ക് തോന്നുന്നൊരു ഐഡിയ ചെയ്തു, ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്താലൊന്ന്. അതുകൊണ്ട് ഞാനിങ്ങനെ പടപടാന്ന് നിൽക്കും. എനിക്ക് ക്യാമറ എവിടെ സെറ്റ് ചെയ്യണമെന്ന് പോലും ഞാൻ ഫിക്സ് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പം ഇനി ചെയ്യണം, ഇനി വേണം ചെയ്യാൻ. ഇപ്പോൾ മിനിമം ഒരു 3 വേണ്ടി വരും. അത് 2 മൊബൈലും ഒരു DSLR വെക്കാനാണ് എൻ്റെ പ്ലാൻ. അതൊന്ന് പെട്ടെന്ന് സെറ്റ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ അധികം വലിച്ചടിച്ചുകൊണ്ട് പോകുന്നില്ല, സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ബ്ലേഡും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ക്യാമറയ്ക്ക് ഒന്ന് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് എന്തായാലും അവൾ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഒരു വിധത്തിൽ ഞാൻ ക്യാമറ 2 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഐഫോൺ എടുത്ത് ഞാനൊരു ബോക്സിനകത്താക്കി ഒരു ഹോളൊക്കെ ഇട്ട് അവിടെ വെച്ചിട്ടുണ്ട്. രണ്ടാമതൊരു ക്യാമറ ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം അവൾ ഈ ഡോറ് തുറന്ന് ഇങ്ങനെയാണ് കയറി വരുന്നത്. വരുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ കിടക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവിടുന്ന് നേരെയുള്ള വ്യൂ അങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഞാൻ ഒരു സാധനം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഹോൾ ഇട്ടിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അകത്ത് കുറച്ച് പേപ്പറൊക്കെ കുത്തിക്കിട്ട് വെച്ചിട്ട്. രണ്ടാമത്തെ ക്യാമറ എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുകയാണ്. കാരണം ഇവിടുന്ന് ഞാൻ കിടക്കുന്ന ആ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. മൂന്നാമത്തത് ഈ ഫോൺ എനിക്ക് പുറത്തുനിന്ന് സെറ്റ് ചെയ്യണമെന്നുണ്ട്. കാരണം അവൾ കയറി വരുമ്പോൾ ഉള്ളത് എടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ എടുക്കാനായിട്ട് എന്തായാലും നോക്കാം. ഇപ്പോൾ സമയം ഒരു 3:35 കഴിഞ്ഞു. ഇത്രയൊക്കെ സെറ്റ് ചെയ്തപ്പോഴത്തേക്ക്. അപ്പോൾ ഇനിയിപ്പോൾ അവളുടെ വരവിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. എൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് അറിയാമോ? എനിക്ക് ചിരിക്കാതിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് നല്ല ചിരി വരും. അപ്പോൾ ഈ മരിച്ചു കിടക്കുന്ന പോലെ കാണിക്കുമ്പോൾ അനങ്ങാതെ കിടക്കുക എന്നൊക്കെ പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. എനിക്ക് അവളൊന്ന് തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇക്ലിയാവും, ഞാൻ ചിരിച്ചു പോകും. ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് ഞാനങ്ങ് ഒരു കമ്പിളി പുതപ്പിന് അടിയിലൂടെ അങ്ങ് കയറിയാലോ എന്നാണ്. നോക്കാം, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. എന്നിട്ട് കൈ മാത്രം പുറത്തേക്ക് ഇട്ടിരിക്കുന്ന രീതിയിൽ ചെയ്യാൻ നോക്കാം. കാരണം അല്ലെങ്കിൽ ഞാൻ ചിരിച്ചു പോകും, എന്നെ കൊണ്ട് പറ്റത്തില്ല. അത് അപ്പോഴേ ഫ്ലോപ്പ് ആവും. എത്ര കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയിപ്പോവും. അവൾ വരുമ്പോൾ നമുക്കിതാ ഇതുപോലെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ മുകളിലത്തെ സിറ്റ് ഔട്ട് നിൽക്കുവാണ്. ബാംബു കർട്ടൻ്റെ ഇടയിൽ കൂടെ ഈ ക്യാമറ ഇങ്ങനെ വെച്ച് നോക്കുന്നത് കാണിച്ചു തരാം. കണ്ടോ, അല്ല ഡയറക്റ്റ് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവൾ പൊക്കും തന്നെ.
This is a prank. ഏറ്റിരിക്കുകയാണ് ഗൈസ്. ക്യാമറ 2, ക്യാമറ 1 എല്ലാം കിട്ടിയിട്ടുണ്ടോ അറിയില്ല. 3 മണി മുതൽ ഞാൻ ഇവിടെ നിന്നെയും കാത്ത് നിൽക്കുക. സംഗതി ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഇവിടെ ഞാനവിടെ നോക്കിക്കൊണ്ടിരുന്ന പെട്ടെന്ന് കയറി പോരുന്നത്. ആ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഞാൻ എന്നിട്ട് ഓടി വന്ന് ഇത്ര സെറ്റ് ചെയ്തത്. എന്താണ് പറയാനുള്ളത്? എന്താ വിചാരിച്ച്? എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ ഫേക്ക് ബ്ലഡ്? എന്താ വിചാരിച്ച്? ഓ ദാ എൻ്റെ കൈയൊക്കെ കണ്ട. എന്ത് തോന്നി? എന്താ തോന്നി? എന്താ വിചാരിച്ചെന്ന് പറ. പെട്ടെന്നുണ്ടായ ഷോക്ക് എന്താന്ന് പറ. എക്സ്പ്ലെയിൻ ചെയ്. അവള് ശരിക്കും പേടിച്ചു. അതിന് ആ എക്സ്പ്രഷൻ എന്ത് പറയണം? നീ എന്തിനാണ് ആദ്യം വന്ന് കഥ അടച്ചത്, ലോക്ക് ചെയ്തത്? വേറെ ആരും കാണണ്ടെന്നു ഞാൻ ചത്ത് കിടക്കുന്ന വേറെ ആരും കാണണ്ടെന്ന് വിചാരിച്ചാന്ന് തോന്നുന്നു. അവള് ഓടി വന്നിറങ്ങി കഥ. ഞാൻ ഇങ്ങനെയൊന്നല്ല, ഞാൻ ഒരു അലർച്ചയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇതിങ്ങനെ ഓടി സൈലന്റ് വന്നിട്ട് ഇക്കാ ഓടി വന്ന് കഥയൊക്കെ അടച്ചു. നീ എന്റെ ചക്കര മോളല്ലേ, നീ എന്റെ പൊന്നര മോളല്ലേ. എനിക്ക് മനസ്സിലായി. തൊട്ട് നോക്കിയപ്പോഴേ മനസ്സിലായത്. തൊട്ട് നോക്കിയ ബ്ലഡ് പിടിച്ചു നോക്കിയ തൊട്ട് നോക്കിയ മനസ്സിലായി. ഞാൻ നിനക്ക് ആ ബ്ലഡ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഒറിജിനാലിറ്റി ഒരു ബ്ലേഡ് ഒക്കെ ഞാൻ എടുത്തിട്ട് അതിനകത്ത് ഇതാണ്ടേ നമ്മുടെ ബ്ലഡ്. ലാസ്റ്റ് വന്ന് ഞാൻ പെട്ടെന്ന് വന്ന് ഇങ്ങനെ കോരിയും ഒഴിച്ചതാണ്. ഒഴിച്ചപ്പോഴത്തേക്ക് ഇവിടെ മൊത്തം ഇങ്ങനെ ആയി. കൂടുതൽ അലങ്കരിക്കാൻ പറ്റിയില്ല. ഒറിജിനാലിറ്റിക്ക് വേണ്ടി ഞാൻ ഒരു ബ്ലേഡും കൂടെ ഇട്ടിട്ടുണ്ട് അതിനകത്ത്. ഇതേ നിൽക്കുന്നത് നമ്മുടെ നായിക. വാ പുറത്തോട്ടോ. എന്തായാലും ഇത്ര എടുത്തില്ലേ, ബാക്കി കൂടെ എടുക്കട്ടെ. AC ഇട്ടിരുന്ന് കഴിഞ്ഞാൽ എന്തോ ഇയാൾക്ക് മനസ്സിലായില്ലേ? ഇനി വാ, ഇനി പറ, എക്സ്പ്ലെയിൻ ചെയ്യ്. എന്തോ വിചാരിച്ചത്? പെട്ടെന്ന് കണ്ടപ്പോൾ നിനക്ക് എന്തോ? നിങ്ങൾ ഇവിടെ വാ. പെട്ടെന്ന് കണ്ടപ്പോൾ എന്തോ വിചാരിച്ചു? എന്തോ തോന്നി? എന്തോന്ന് പറ. അല്ല അവക്ക് പെട്ടെന്ന് കണ്ടപ്പോ സൗണ്ട് വന്നില്ല എന്നാ പറയുന്നത്. അവിടുന്ന് നടന്ന ആ വളവ് അങ്ങോട്ട് വളഞ്ഞ ആ ഒരു 10, 15, 20 സെക്കൻഡ് ആണ് അവിടുന്ന് ഇവിടെ വരെ. അതിനിടയ്ക്ക് ഞാൻ ഓടിപ്പോയി 2 ക്യാമറ ഓൺ ചെയ്ത് ഇത് കയ്യിലൊഴിച്ച് തറയിലൊഴിച്ച് എന്തൊക്കെ പരിപാടി എന്നറിയാമോ? ഇതാണ് ഫേക്ക് ബ്ലഡ്. ഇതിനകത്ത് മഞ്ഞപ്പൊടി, പഞ്ചസാര വെള്ളം, സോപ്പ് പൊടി, ഇത് 3 കൂട്ട് കലകിയത് കിട്ടി. സോപ്പ് പൊടിച്ചിട്ട് കൂടിപ്പോയി. അതായത് തരിതരിയായിട്ടാണ് അത് കിടക്കുന്നത്. തൊട്ട് നോക്കിയപ്പോഴല്ലേ മനസ്സിലായത്? പെട്ടെന്ന് കണ്ടപ്പോ എന്താ വിചാരിച്ചു? രണ്ടും കഴിഞ്ഞു പോയി കഴി കിട്ടുക. അവക്ക് രണ്ടും കഴിച്ചെന്നാ പറയുന്നത്. ഞാൻ നോക്കിയപ്പോഴേ ഞാൻ തിരിഞ്ഞ് പുതപ്പെടുത്ത് പോച്ചെന്നാ പറയാം. എനിക്ക് ചിരി വരും, അല്ലെങ്കിൽ ചിരിച്ചോണ്ടേ ഞാൻ കിടക്കത്തുള്ളൂ. ഞാൻ ഒന്ന് പുതപ്പെടുത്ത് പോച്ചിട്ട് തിരിഞ്ഞ് ഞാൻ ചിരിച്ചു. ഇവളിവിടെ ആ ഡോർ തുറന്ന് കട്ടം മാറ്റുന്ന സൗണ്ട് വരെ കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു. എന്നിട്ട് ഞാൻ തിരിഞ്ഞെടുത്തിട്ട് ഇങ്ങനെ ചിരിച്ചോണ്ട് കിടക്കുക. ഒരു അലർച്ചയോ അലറി വിളിയൊക്കെ ആയിരിക്കുന്നു. ഇവിടെ വന്നിട്ട് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് കെട്ടിയാൻ ചത്ത കിടന്നപ്പോ വന്നിട്ട് നോക്കിയപ്പോ ഇക്കാ എന്നിട്ട് വിളിയും കഥയൊക്കെ അടയ്ക്കുന്നു. ഞാൻ വെച്ചിട്ട് കൈ കെട്ടില്ല, എന്നെ കെട്ടിപ്പിടിക്കാനാണ് വരിക. ഓ എന്റെ കയ്യിൽ പ്രസ് ചെയ്ത് പിടിക്കാൻ വേണ്ടി വന്നത്. ആണ്ടെ കൊള്ളല്ലേ സംഭവം. എന്താണ് ഈ പ്രാങ്കിനെ കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? ഏറ്റോ ഷോക്കായോ? എന്തോ തോന്നിയ? അല്ല എന്റെ പേടി ഇനി ഇവളവിടെ കിടക്കുന്ന ബ്ലേഡ് എടുത്ത് ഇവളെ കാണാൻ തിരിച്ചിട്ട് കൈ കെട്ട് ചെയ്യുന്നുള്ളതായിരുന്നു എന്റെ പേടി. സംഭവം അങ്ങ് ഏറ്റിട്ടുണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് തന്നു ഫുഡ് പോലും കടിക്കാതെ വന്നേക്കോ. ഞാൻ വരച്ച തല അറിയാൻ വീട് വന്നത്. ഇറങ്ങി അപ്പൊ ഏറ്റ് സമ്മതിച്ച്.
ഞാൻ വാച്ചും കിട്ടിയാന്ന് മരിച്ചു കിടന്ന്. ഞാൻ ശ്രദ്ധിച്ചില്ല. തല കറങ്ങിയെന്നൊക്കെയാ പറയുന്നത്. എന്തായാലും പെട്ടെന്ന് നമ്മളങ്ങ് രക്ഷപ്പെട്ട് നിർത്തി. എൻ്റെ കോലമൊക്കെ നിന്നേം കാലം ഞാൻ ഇവിടെ ഈ വേല ചൂടത്ത് നിൽക്കുമായിരുന്നു. ഇവിടെ ഒന്ന് വിയർത്ത് ഒരു പരുവായി. വരയും കുറിയും കൂടി ഇടാത്തൊരു കുറവുള്ളൂ കഴിക്കാത്ത. അപ്പം കുറെ നാളുകൊണ്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു ഫേക്ക് ബ്ലഡിന്റെ പ്രാങ്ക് ചെയ്യണമെന്ന്. അപ്പോൾ എന്തായാലും ചെയ്തു, സക്സസ് ആയി. ദാണ്ട നിൽക്കുന്നു, മെഴുകുതിരി പോലെ ഉരുവിയിട്ട് ഇവിടെ നിൽക്കുന്നു. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ അതെ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലും കൂടെ അടിച്ചു പൊട്ടിച്ചേക്കണം. നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ഇതിൽ പറയാം.